യുവാക്കളുമായി സംവദിക്കാൻ പുതുവഴികൾ കണ്ടെത്തണമെന്ന് ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്നും മോദി നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രിമാർക്ക് പിന്നാലെയാണ് പാർട്ടി നേതാക്കൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ യുവാക്കളെ കയ്യിലെടുത്തുകൊണ്ടാണ് ബിജെപി വീണ്ടും അധികാരത്തിലേറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ യുവാക്കൾ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും വലിയ സമരം നയിച്ചതും യുവാക്കളാണ്. ഇപ്പോൾ അവരെ തിരിച്ചുപിടിക്കാൻ എന്ത് ആലോചനകളാണ് നടത്തുന്നത്? മോദി ഇപ്പോൾ പാർട്ടി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം എന്താണ്? ജൻസി പ്രതിഷേധത്തിന് പിന്നാലെ, ജന്തർ മന്ദർ പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളോട്, കേന്ദ്രമന്ത്രിമാരോട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകണമെന്നും യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ നൽകണമെന്നും പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ പുതിയ ബിജെപിയുടെ ദേശീയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ആദ്യ ഭാരവാഹി യോഗത്തിലാണ്, നേതൃയോഗത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകണമെന്ന നിർദ്ദേശം പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർക്ക് പിന്നാലെ ഇപ്പോൾ പാർട്ടി നേതാക്കൾക്കും നിർദ്ദേശം നൽകുന്നു. യുവാക്കളുമായി സംവദിക്കാൻ പുതിയ വഴികൾ തേടുകയും നിരന്തരം യുവാക്കളുമായി സഹകരിക്കുകയും സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടപെടുകയും വേണമെന്ന് മോദി പാർട്ടി നേതാക്കളോട് പറഞ്ഞിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ ജൻസികളെ ഒപ്പം നിർത്താൻ ഒരു പ്രത്യേക സമിതി ബിജെപി രൂപീകരിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സമിതി വരിക. ജനറൽ സെക്രട്ടറി സ്മൃതി ഇറാനിയും വിനോദ് താവഡയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കും. യുവാക്കളുടെ പ്രശ്നങ്ങൾ പഠിക്കുക, ആവശ്യമുള്ളതിന് പരിഹാരം കാണുക, സോഷ്യൽ മീഡിയയിൽ പ്രചരണം ശക്തമാക്കുക എന്നിങ്ങനെയാണ് ഈ സമിതിയുടെ ചുമതലകളായി നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ തോതിൽ തിരിച്ചടി ജൻസി പ്രതിഷേധം കൊണ്ട് ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിനും നേരിട്ടു എന്നത് വാസ്തവമാണ്. അതിന് പിന്നാലെയാണ് ജൻസികളെ കൂടെ നിർത്താനും തിരിച്ചുപിടിക്കാനും ചേർത്തു നിർത്താനുമുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശവും ബിജെപിയുടെ പുതിയ സമിതിയും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും. സ്മൃതി, ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.